ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എൻ്റെ ഡെലിവറി വ്ളോഗിന് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മാത്രമുള്ള ക്ലിപ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് എനിക്കറിയാം. കാരണം ഇപ്പോൾ തന്നെ പേഴ്സണലി ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് മിംസ് ഹോസ്പിറ്റലിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ പാക്കേജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി. ഞാനൊരു ലോങ് വീഡിയോ Q&A ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓഗസ്റ്റ് 5 ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയ സമയത്ത് PV ചെക്ക് ചെയ്തിട്ട് 2 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ആകുന്നോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഡോക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, വേദന വരുന്ന സമയത്ത് വരാമെന്നുള്ള രീതിയിൽ തിരിച്ചു വരികയാണ് ചെയ്തത്. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ തൊട്ടിട്ടേ എനിക്ക് ചെറിയ പെയിൻ ഉണ്ടായിന്. അങ്ങനെ നൈറ്റ് ആയ സമയത്ത് നല്ല പെയിന് കൂടി. പിറ്റേ ദിവസം രാവിലെ പിന്നെ ഉമ്മയെല്ലാം പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോയിട്ട് അഡ്മിറ്റ് ആവാം, അഥവാ ഡെലിവറി ആകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓഗസ്റ്റ് 6 നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നൈറ്റ് നല്ല പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയ സമയത്ത് വലിയ പെയിനൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. അങ്ങനെ നേരെ എന്നെ ലാബ് റൂമിലേക്ക് കയറ്റുകയാണ് ചെയ്തത്. അങ്ങനെ ഓഗസ്റ്റ് 6 ഒരു ഈവനിങ് 5:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് മോനെ കണ്ടപ്പോൾ എന്നൊരു സമാധാനമായത്. അതുവരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. കാരണം ഇവൻ എന്താ പുറത്തുനിന്ന് ചെയ്യുന്നത്, കരയുന്നുണ്ടോ അതൊന്നും അറിയായിട്ട്. സെക്കൻഡ് മദേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെയിൻ എന്തായാലും മനസ്സിലാകും. ഈ ഒരു ഫ്രെയിം എനിക്ക് മിംസ് തന്നെ കിട്ടിയതാണ്. അതിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിനെ. അപ്പോൾ എൻ്റെയും ബേബിൻ്റെയും ഹെൽത്തും എല്ലാം ഓക്കെയാണ്. അൽഹംദുലില്ലാ എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞ്. സത്യം പറഞ്ഞാൽ കണ്ണ് കൂടി തുറക്കുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ പോലെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ക്ലാസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേഷൻ പറയാനുണ്ടായിരുന്നു. അതായത് മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര ഇതേപോലത്തെ പ്ലാറ്റ്ഫോംസിന് എങ്ങനെയാണ് നമ്മളെല്ലാം പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്തിട്ട് ഏർണിങ്സ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക, ഇതിൻ്റെ 5 days ക്ലാസ് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ബാച്ച് നാളെ, അതായത് ഓഗസ്റ്റ് 20 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തൊന്നും വേറെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യൂല. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനും പഠിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഫീസും കാര്യങ്ങളും ഡീറ്റെയിൽസും ഞാൻ പേഴ്സണലായിട്ട് സെൻഡ് ചെയ്ത് തരും. ഈ ഒരു ക്ലാസ് ഞാൻ ടെമ്പററി ആയിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, പെർമനൻ്റ് അല്ല. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവില്ല. താല്പര്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. പിന്നെയുണ്ടല്ലോ ഡെലിവറിൻ്റെ Q&A ലോങ് വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബേബി, ടാറ്റാ.